യെശയ്യാവ് 32 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഓരോരുത്തൻ കാറ്റിനൊരു മറവും പിസറിനൊരു സങ്കേതവുമായി വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെയും ക്ഷീണമുള്ള ദേശത്ത് ഒരു വൻ പാറയുടെ തണൽ പോലെയും ഇരിക്കും. കാണുന്നവരുടെ കണ്ണ് ഇനി മങ്ങുകയില്ല, കേൾക്കുന്നവരുടെ ചെവി ശ്രദ്ധിക്കും. അവിവേകികളുടെ ഹൃദയ പരിജ്ഞാനം ഗ്രഹിക്കും. വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും. ഭോഷനെ ഇനി ഉത്തമൻ എന്ന് വിളിക്കയില്ല, ആഭാസനെ മഹാത്മാവെന്ന് പറയുകയുമില്ല. ഭോഷൻ ഭോഷത്വം സംസാരിക്കും, വഷളത്വം ചെയ്തും യഹോവയ്ക്ക് വിരോധമായി അബദ്ധം സംസാരിച്ചും. വിശപ്പുള്ളവരെ പട്ടിണി ഇട്ടും ദാഹമുള്ളവർക്ക് പാനം മുടക്കിയും കൊണ്ട് അവന്റെ ഹൃദയം നീതികേട് പ്രവർത്തിക്കും. ആഭാസന്റെ ആയുധങ്ങളും ദോഷമുള്ളവ. ദരിദ്രൻ ന്യായമായി സംസാരിച്ചാലും എളിവരെ വ്യാജവാക്കുകൊണ്ട് നശിപ്പിപ്പാൻ അവൻ ദുരുപായങ്ങളെ നിരൂപിക്കുന്നു. ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ, എഴുന്നേറ്റ് എന്റെ വാക്ക് കേൾപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, എന്റെ വചനം ശ്രദ്ധിപ്പീൻ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരമുണ്ടാകുകയില്ല. സ്വൈര്യമായിരിക്കുന്ന സ്ത്രീകളെ വിറപ്പീൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ നടുങ്ങുവിൻ. വസ്ത്രം ഉഴിഞ്ഞ് നഗ്നരാകുവിൻ, അരേരെട്ട് കെട്ടുവിൻ. മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിവള്ളിയെയും ഓർത്ത് അവർ മാർത്തടിക്കും. എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറകക്കാരും മുളയ്ക്കും. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജീനമായി തീരും. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്ക് ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷ സ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചിൽപ്പുറവും ആയിരിക്കും. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം സ്വാസ്ഥ വിശ്രമവും നിർഭയത്വവും ആയിരിക്കും. എന്റെ ജനസമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രമ സ്ഥലങ്ങളിലും പാർക്കും. എന്നാൽ വനത്തിന്റെ വീഴ്ചയ്ക്ക് കന്മഴ പെയ്യുകയും നഗരം അശേഷം നിലം പരിചയാകുകയും ചെയ്യും. വെള്ളത്തിനരികത്തെല്ലാം വിതയ്ക്കുകയും കാളകളെയും കഴുതയും അഴിച്ചു വിടുകയും ചെയ്യുന്നവരെ, നിങ്ങൾക്കു ഭാഗ്യം. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോ.